അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. ഇരിയത്തെ മൂന്നാമത്തെ ബാബ്, ബാബുൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക, ചീത്തയായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുക എന്ന വിഷയത്തുള്ള ബാബ്. അതായത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക എന്നുള്ളതും ചീത്തയായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുക എന്നുള്ളതും. അപ്പോൾ റായത്ത് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തത് ശരിയല്ല എന്നും അതിനെ വിരോധിക്കേണ്ട ഒരു ബാധ്യത ആ റായത്ത് ആൾമാർക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് കൊറിയ ആൾമാർ ആ കാര്യങ്ങൾ നിറവേറ്റണം, നല്ല കാര്യങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ റായത്ത് ദീനീ കാര്യങ്ങൾ കൽപ്പിക്കണമെങ്കിൽ തെറ്റായ കാര്യങ്ങൾ വിരോധിക്കണമെങ്കിൽ ഒരു ടീം ഒരു റായത്തിൽ വേണം. അതായത് ചുരുക്കി ചൊല്ലെങ്കിൽ ആലിമീങ്ങൾ വേണം. അങ്ങനെ അൽക്കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും വേണം, തെറ്റായ കാര്യങ്ങൾ വിരോധിക്കുകയും വേണം. എന്തായിട്ട് അതുമായി സംബന്ധപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് അതിലെ ഹദീസുകളും ആയത്തുകളും ഈ ബാബിൽ കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഖുർആന്റെ ചില ആയത്തുകളായിട്ട് ഇൻഷാ അല്ലാഹ് ആയത്ത് നമുക്കൊന്ന് വിശദീകരിച്ചു നോക്കാം. ഖാല അല്ലാഹു തആല വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. അല്ലാഹു തആല ചൊല്ലെ, നിങ്ങളിൽ നിന്നും ഒരു സമൂഹം, ഒരു കൂട്ടം, ഒരു വിഭാഗം ആൾക്കാർ ഖൈർക്ക് വിളിക്കണമെങ്കിൽ ഒരു വിഭാഗം ഇക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുന്ന, ഉലൈക കൂട്ടർ ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചവരാണ്. അപ്പൊ നിങ്ങളിൽ നിന്നും നല്ലത് പഠിപ്പാട്ട, തെറ്റായ കാര്യങ്ങൾ വിരോധിക്കുന്ന ഒരു സമൂഹം കൊരിയാൽമാരുടെ വേണം എന്ന് പരിശുദ്ധ ഖുർആന്റെ ആലു ഇമ്രാന്റെ 104-ാമത്തെ ആയത്ത്. വഖാല തആല കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഏറ്റവും നല്ല ഒരു സമുദായമായിട്ട് കിട്ടും, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സമൂഹം, നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കട, ചീത്തയായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കടത്തെ ഒരു സമുദായം എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചു. അവിടെ എടുത്തു ചൊന്നത് ഏതായിട്ട് നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും ചീത്തയായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കരുത് എന്നാണ്. ആലു ഇമ്രാനിലെ 110. ഇനി വഖാലത ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. അറാഫിലെ 191. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ്. അഫ് അതായത് മനുഷ്യന്മാർ അറിവില്ലാത്ത എന്തെങ്കിലും ചൊല്ലുവാറ്, ഉപദ്രാക്കുവാറ്, അല്ല എന്തെങ്കിലും ആക്കുവാറും, അങ്ങനല്ല, അതെല്ലാം മാഫ് കൊടുത്ത് അതിലെല്ലാം അഫു ആക്കി നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക, ജാഹിലീങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുക. അപ്പൊ അറിവില്ലാത്ത ആൾമാർ എന്തെല്ലോ ചൊല്ലാർ. ആലിമീങ്ങളെ സംബന്ധിച്ചായിട്ട് കൂടുതൽ ആൾമാർക്ക് ചർച്ച ഏത് റായത്ത് പോയാൻ കണ്ടെങ്കിലും ഏത് പക്കത്തിൽ പോയാൻ കണ്ടെങ്കിലും അവിടെ ചർച്ച നടക്കുന്നത് ഒരു ആലിമിനെ കുറിച്ചായിരിക്കും. അല്ല എന്തും ഇല്ലെങ്കിൽ പിന്നെ ചർച്ച അതായിരിക്കും. ചിലപ്പോൾ ഇലക്ഷന്റെ സമയത്തും അങ്ങനത്തെ എന്തെങ്കിലും സമയത്ത് മനുഷ്യന്മാർ ആയതിൽ ഇതാവിടാറുണ്ട്. അല്ലാണ്ട് വേറെ എവിടെ നോക്കിയാൻ കണ്ടെങ്കിലും ഉസ്താദ്മാരെ വിഷയത്തിൽ ആ ചർച്ച, ആലിമീങ്ങളെ കുറിച്ച് ആക്ഷേപങ്ങൾ, അതുകൊണ്ടാണ് ഖുർആൻ ചെന്നതേനെ നബി തങ്ങൾ ഇട്ട് വെച്ചത് ജാഹിലീങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുക. അങ്ങ പലതും ചൊല്ലറ്, അതനുസരിച്ച് അങ്ങനെ മുതൽ ദീന് ചൊല്ലില്ല, അല്ലെങ്കിൽ ഇത് നിപ്പാട്ര എന്ന ആ ഒരു തിരുക്ക് പോവണ്ട, അങ്ങനെ പുട്ടുപുട്ടു നിങ്ങൾ നല്ലത് കൊണ്ട് കൽപ്പിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു. വഖാല തആല വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങൾ അതായത് മുഅ്മിനീങ്ങളായ ആണുങ്ങളും മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളും അങ്ങ് ചിലർ ഔലിയ സഹായികളായിട്ട് കിട്ടും. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. എങ്ങനെ സഹായികൾ? നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നു, ചീത്തയായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുന്നു. അപ്പൊ ഇത് മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഇടയിൽ വേണം. മുഅ്മിനീങ്ങളുടെ ഇടയിൽ നല്ലത് കൽപ്പിക്കടെ, തെറ്റായ കാര്യങ്ങളെ വിരോധിക്കുക. അപ്പൊ പരസ്പരം സഹായികൾ ചെന്നെങ്കിൽ എങ്ങനെ? നല്ലത് കൊണ്ട് കൽപ്പിക്കുക, ചീത്തയായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുക. സൂറത്തു തൗബയിലാണ് ഇതുള്ളത്, 21-ാമത്തെ. وقال تعالى لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون.
അത് അള്ളാഹു തആല സൂറത്തുൽ മായിദയിൽ ചൊന്ന 88-89 ആയത്തായിട്ട് ബനു ഇസ്രായേലിൽ നിന്നുള്ള കാഫിരീങ്ങളെ ആ ലഅനത്ത് ചെയ്യപ്പെട്ടു. ഞങ്ങൾക്ക് മുന്നോട്ട് കഴിഞ്ഞു പോയത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം, അതുക്ക് മുന്നോട്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ അങ്ങായിട്ടിക്കട് ബനു ഇസ്രായേലിൽ ചൊല്ലി യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയായിട്ടിക്കട്. അപ്പൊ ആ ബനു ഇസ്രായേലിൽ നിന്നുള്ള കാഫിരീങ്ങളെ ശപിക്കപ്പെട്ടു. ആരെ? ഈസാ നബി അലൈഹി സ്വലാമിന്റെ നാവിലും ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നാവ് കൊണ്ടിട്ടു. എന്താ കാരണം? അങ്ങ് തെറ്റ് ചെയ്തങ്ങും അള്ളാഹുടെ അതിര് വിട്ട് കടന്ന് അള്ളാഹ് നിശ്ചയിച്ച ആ പരിധി ചെയ്യേണ്ടാന്ന് ചൊന്നതിരെ വിട്ട് കടന്നു പോയെന്നായിട്ടിരിക്കുന്നു. അതാ അങ്ങലിടയിൽ ചെയ്ത തെറ്റായ കാര്യങ്ങൾ അങ്ങ് വിരോധിക്കുന്നവരായിരുന്നില്ല. അവർ ചെയ്തത് വളരെ മോശമാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ശപിച്ചെന്ന് കേട്ടെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സമുദായത്തിൽ കൂട്ടമായി ചെയ്യുമ്പോൾ അതിന് വിരോധിച്ചില്ല എന്നതായിട്ട് കിട്ടണം. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരായത്തിൽ പബ്ലിക്കിൽ ആൾമാർ തെറ്റ് ചെയ്യുമ്പോൾ അത് വിരോധിച്ചില്ലെങ്കിൽ അള്ളാഹുടെ ലഅനത്തുണ്ട്, അള്ളാഹുടെ ശാപമുണ്ട് ആ റായത്ത്. അതിൽ എല്ലാ ആൾമാർക്കും കിട്ടും. അതേ സമയത്ത് തെറ്റ് ചെയ്യുമ്പോൾ അത് വിരോധിക്കണം കണ്ടെങ്കിൽ ആ റായത്ത് അള്ളാഹുടെ ലഅനത്ത് ലഭിക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ പള്ളി, ഞങ്ങളേതായ ഖതീബുമാർ, ഞങ്ങളേതായ പള്ളിയിൽ ഞങ്ങൾ നിയമിക്കുന്ന ഉസ്താദുമാർ അങ്ങ് ദീൻ ചൊല്ലുള്ള സ്വാതന്ത്ര്യം അങ്ങ് കൊടുക്കണം. റായത്ത് നടക്കുന്ന ഹറാമായ കാര്യങ്ങൾ ആ ഉസ്താദുമാർ അത് ചൊല്ലേണ്ടത് അങ്ങനെ ബാധ്യതയായിട്ട് ചൊന്നേൻ കണ്ടെങ്കിലോ ആ റായത്ത് അള്ളാഹുടെ ലഅനത്തില്ല, ഇല്ലെങ്കിലോ അള്ളാഹുടെ ലഅനത്തുണ്ടാവും. നീ നോക്കൊരു പള്ളിയിൽ ഞങ്ങൾ ഖതീബ് നിയമിക്കുന്നത് ദീൻ ചൊല്ലുവാനായിട്ട്. അപ്പോൾ റായത്തിൽ പബ്ലിക്കിൽ ആളുമാർ തെറ്റ് ചെയ്തിട്ടിക്കും ഇത് തെറ്റ്, ഇത് ഹറാമ് എന്ന് ആ ഉസ്താദ് ചൊല്ലണം. ചൊന്നെങ്കിലോ ആ റായത്ത് അള്ളാഹുടെ ലഅനത്ത് കിട്ടില്ല. ഇനി ഇത് കണ്ടിട്ട് ഞങ്ങൾ മുണ്ടാതെക്കിടെ എന്നെങ്കിലോ അതായിട്ടിക്കടെ ഈ ബനു ഇസ്രായേലിന്റെ കാഫിര്യങ്ങളെ സംബന്ധിച്ചിരുന്നത് തെറ്റ് ചെയ്ത ആളുമാർ പബ്ലിക്കിലായി തെറ്റ് ചെയ്യുമ്പോൾ അവിടെ ആളുമാർ വിരോധിച്ചില്ല എന്നതായിട്ടിക്കട് അങ്ങക്ക് അള്ളാഹുടെ ലഅനത്ത് കിട്ടുള്ള കാരണം ഈസാ നബി അലൈഹി സ്വലാമിന്റെ നാവിലും ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നാവിലും അങ്ങനെ അള്ളാഹ് ശപിച്ച എന്ന് ചൊന്നത്. അപ്പോ തെറ്റ് ചെയ്യാത്ത ആൾമാർ ആരോഗ്യക്കില്ല. പേഴ്സണൽ ആൾമാർ തെറ്റ് ചെയ്തരും, അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്യണം എന്ന് ഞാൻ ചൊന്നല്ല. ഒരു തെറ്റും ചെയ്യാത്ത ആൾമാരെ കാട്ടാൻ ചൊന്നെങ്കിൽ ഇല്ല, അത് സാധ്യമില്ല. ഭാര്യ കൊറോടിയായിട്ടിക്കട് അള്ളാഹിന്റെ വലിയ വലിയ ഔലിയാക്കൻ മഹാന്മാർ അവർക്ക് നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയാണ്. അല്ലാത്ത ആൾമാരിൽ നിന്ന് തെറ്റുണ്ടാകും. ആ തെറ്റിൽ നിന്ന് അങ്ങ് തൗബ ചെയ്ത് മടങ്ങുള്ള അവസരമുണ്ട്. അങ്ങ് തൗബ ചെയ്ത് മടങ്ങാം, അതല്ല വിഷയം. അത് ശരിയിട്ട് ചൊല്ലല്ല. അതേ സമയത്ത് ഒരായത്തിൽ ഒരു പബ്ലിക്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഇത് തെറ്റ്, ഇത് ഹറാമെന്ന് ചൊല്ലുക ആൾമാർ വേണം. അങ്ങനെ ചൊന്നെങ്കിലോ ആ റായത്തിന് ലഅനത്തില്ല. ചൊന്നില്ലെങ്കിലോ യഥായിട്ടിക്കട് ഈ ആയത്തിൽ ചൊന്നത് ആ ബനു ഇസ്രായേലിന് അള്ളാഹുടെ ശാപം കിട്ടുള്ള കാരണം, ബനു ഇസ്രായേലിൽ നിന്നുള്ള കാഫിരീങ്ങൾക്ക് അള്ളാഹുടെ ലഅനത്ത് കിട്ടുള്ള കാരണം തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് വിരോധിച്ചില്ല എന്നതായിട്ടിക്കട്. അതായിട്ടിക്കട് അല്ലെ ശപിക്കപ്പെട്ടത് അതിൽ നിന്നുള്ള കാഫിരീങ്ങൾ. വഖാലത്താല ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തായിട്ടിക്കട് നബിയെ ചങ്ങച്ചുള്ളവർ പരിശുദ്ധ ഖുർആൻ അള്ളാഹുടെ ദീൻ അള്ളാഹുടെ ഭാഗത്തിൽ നിന്നായിട്ടിക്കട്. അത് യഥാർത്ഥമായിട്ടിക്കട്. മൊത്തം ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ അവൻ വേനം കാഫിറാവട്ടെ, ശക്തിയായ ശിക്ഷ ഞങ്ങൾ റെഡിയാക്കി വെച്ചിടാ എന്ന്. അപ്പോൾ ഒരു പേടിപ്പാട്ടുള്ള രീതിയിലായിട്ടിക്കട് അവിടെ ചൊന്നത്. വഖാലത്താൽ ഫസ്ദഉ ബിമാ തുഅ്മർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് ചൊന്നു, നബിയെ നിങ്ങളുടെ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾ ചൊല്ലോ, അതിനെ നിങ്ങൾ പരസ്യമാക്കി നിങ്ങൾ ചൊല്ലോ. നിങ്ങളുടെ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചൊല്ലറോ. അപ്പൊ ആൾമാർ സ്വീകരിച്ചറോ അല്ലെ അങ്ങനെ എന്താ വിചാരിക്കറോ അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പിച്ചു. അപ്പോൾ ചൊന്നത് നിങ്ങളുടെ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ജഹ്റാക്കറു, ചൊന്നുകൂട്ടറു, പബ്ലിക് ആക്കറു. വഖാലതആല അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ വഅഖദ്നല്ലദീന ളലമു ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ. ഇതിൽ അതെ അൻജൈനല്ലദീന ഒരു വിഭാഗത്തിനെ അങ്ങ് രക്ഷപ്പെടുത്തിയ, യൻഹൗന അനിസ്സൂഇ തെറ്റായ കാര്യങ്ങളെ വിരോധിക്കുന്ന ഒരു വിഭാഗത്തിനെ അങ്ങ് രക്ഷപ്പെടുത്തിയ, വഅഖദ്നല്ലദീന ളലമു തെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പിടിച്ചു ശിക്ഷിക്കുകയും ചെയ്ത, ബിഅദാബിൻ ബഈസിൻ അതെ ശക്തിയായ ശിക്ഷ കൊണ്ട് അങ്ങനെ ഞങ്ങൾ ശിക്ഷിച്ച, ബിമാ കാനൂ യഫ്സുഖൂൻ അങ്ങ് തെറ്റ് ചെയ്ത കാരണം കൊണ്ട്. അപ്പോൾ
ഇതും ഈ ബനോ ഇസ്രായേലിൽപ്പെട്ട ഒരു മീന് പിടിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുണ്ട്. ഞങ്ങൾക്ക് ബലിയാസിൻ്റെത് പോലെ അങ്ങക്ക് ചനിയാസായിട്ട് അങ്ങ് കൊടുത്തനാല്. അപ്പൊ ആ ചനിയാസ രണ്ട് മീന് പിടിക്കണ്ട എന്ന് അള്ളാഹു താല വിരോധിച്ചപ്പോ അങ്ങക്ക് ചനിയാസരാണ് ഭയങ്കര മീൻ കണ്ടി എല്ലാം ബലക്ക് പൂർമ്പ്. അപ്പോൾ അതിൽ നിന്ന് ചില ആൾമാർ എന്താക്കിയറിയേ ഇത് ഭയങ്കര മീന് പിടിക്കണ്ടാന്ന് ചൊന്നരല്ലേ, അതുകൊണ്ട് അല്ല അത് തിന്നണ്ടാന്ന് ചൊന്നര് ഞങ്ങൾ പിന്നെ പിടിക്കാം അല്ല ഞങ്ങൾക്ക് അതൊക്കെ വേറെ രീതിയിലാക്ക പിടിക്കുന്നത് ഞങ്ങൾ പിന്നെ പിടിക്കുക. ചില ആൾമാർ എന്താക്കിയാറ് തോട് മുറിച്ചത് എന്നെങ്കിൽ ഈ പിന്നെ മീൻ ഇപ്പറ വന്നിട്ട് ബൂലും പോലെ. അപ്പൊ മീൻ ഇപ്പറ വന്ന കട്ട കെട്ടിട്ട് അതിനെ നിപ്പാട്ട് എന്ന് പിന്നെ ഇത് മീൻ്റെ പിടിക്കല് ഇങ്ങനെല്ലാം ആക്കിയത്. അപ്പൊ ചനിയാസരന് മീൻ പിടിക്കണ്ടാണ്ട് അള്ളാഹു താല അങ്ങനെ വിരോധിച്ച അങ്ങ് പിടിച്ചത്. അവിടെ 3 വിഭാഗമായിട്ട്. ഒന്ന്, ഇത് ചെയ്യുമ്പോൾ ചനിയാസരന്റെ അള്ളാഹ് മീന് പിടിക്കണ്ടാന്ന് ചൊല്ലുമ്പോൾ അത് പിടിക്കോപേനായി പോയിട്ടാകുമ്പോൾ അവിടെ ഒരു ഭാഗം എന്താക്കിയത് നിങ്ങൾ അങ്ങനെ ആക്കുകുത്തീറായി എന്നങ്ങനെ വിരോധിച്ചത്. അതായത് ഇതിൽ ചെന്ന് അഞ്ചൈനല്ലതിനു മോശമായ കാര്യം ചെയ്യുവാനാകുമ്പോൾ അതിനെ വിരോധിച്ച ആൾമാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുക. ഇത് ചെയ്യാൻ ഇത് തെറ്റ്, ഇത് ഹറാമാണ്. ചെയ്ത ആളുമാരെ അള്ളാഹു താല ശക്തിയായ ശിക്ഷ കൊണ്ട് അങ്ങനെ പിടിച്ച് ശിക്ഷിച്ച അള്ളാഹു അങ്ങനെ മങ്കത്തെ റൂപങ്ങളല്ല അള്ളാഹു അങ്ങനെ ആക്കിയ അല്ലെ. ബനോ ഇസ്രായേലിൽ നിന്ന് ചനിയാസരന് മീന് പിടിച്ച് അങ്ങനെ അള്ളാഹു മങ്കത്തെ രൂപത്തിൽ അള്ളാഹിയ അല്ലെ. അപ്പൊ അങ്ങ എന്തായാലും യഥാർത്ഥ മങ്കമായിറങ്ങ ഒരു 3-4 ഇന്നറ് പിന്നല്ല ചത്തുപോയറും. അപ്പൊ തെറ്റ് ചെയ്ത ആളുമാരെ ഞങ്ങൾ എന്താക്കുക ശക്തിയായ ശിക്ഷ കൊണ്ട് പിടിച്ച് ശിക്ഷിച്ചാൽ ചൊന്നിട്ട് അള്ളാഹു താല ചൊന്ന. അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു വിഭാഗത്തോടെ ചൊന്നില്ല. ഏത് വിഭാഗം അല്ല വിശദീകരണത്തിൽ ചൊന്നത് ഇവിടെ ചൊന്നില്ല. ഒന്ന്, അവിടെ തെറ്റ് ചെയ്ത ആൾമാർ മീൻ പിടിച്ചാണ്. ഒന്ന്, തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വിരോധിച്ച ആൾമാർ. പിന്നൊരു ടീമോ അങ്ങ് എന്തും ചൊന്നില്ല. ഇങ്ങനെ കണ്ടിട്ട് എന്തും ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ സംബന്ധിച്ച് ഇങ്ങൾക്ക് അള്ളാഹുടെ ശിക്ഷ വന്നോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചവിടെ പല വിശദീകരണങ്ങളും കാണാം. അതിൽ ചില ആൾമാർ എന്താക്കിയത് അവിടെ ഒരു വിശദീകരണം കൊടുത്തത് ഞാനെന്നെങ്കിൽ എന്ത് അങ്ങക്ക് ചൊല്ലേ അള്ളാഹുടെ ശിക്ഷ ഉണ്ട് അങ്ങക്ക് ഗൊന്തില്ലേ എന്ന നിലക്ക് അങ്ങ് എന്താക്കിടാറ് ഇങ്ങനെ വിരോധിച്ചിടാറ്, അതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടിറത് എന്നൊക്കെ കാണാം. ഏതായാലും അവിടെ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുണ്ട നിണ്ടറ് എന്നതിനെ സംബന്ധിച്ചായിട്ട് ഞങ്ങളുള്ളത്. അതായിട്ട് ഇവിടുത്തെ ആയത്ത് വിശദീകരിക്കുന്ന അവിടെ ഞാൻ ചൊന്ന ഈ തെറ്റ് റായത്ത് ആൾമാർ പബ്ലിക്കിൽ ചെയ്യുമ്പോൾ അത് വിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആ റായത്തിൽ ഒരു വിഭാഗത്തിൽ വേണം. ആ റായത്ത് പള്ളി ഞങ്ങൾ ഇപ്പൊ സാധാരണ ഞങ്ങൾ റായത്തിലെ ഒരു നേതൃത്വം ഞങ്ങൾ കൊടുക്കുന്നത് ആ റായത്തെ ആഡളിത്ത സമിതി പള്ളി കയറ്റിക്കും. അപ്പോൾ അങ്ങക്ക് വലിയൊരു ജവാബ്ദാരി അങ്ങക്കുണ്ട്. ആ ജവാബ്ദാരിയിൽ ഒന്നാമത്തെ ജവാബ്ദാരി നിങ്ങളെ റായത്ത് ഒരു തെറ്റായ കാര്യങ്ങൾ ഒരു ഹറാമായ കാര്യം പബ്ലിക്കിലായി നടക്കുമ്പോൾ ഇത് തെറ്റ് ഇത് ഹറാമിട്ട് അവിടെ നാവ് കൊണ്ട് ചൊല്ലേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ചൊന്നില്ലെങ്കിലോ അള്ളാഹുടെ ലഅനത്ത് ആ റായത്തെ കിട്ടും. ചൊന്നേൺ കണ്ടെങ്കിലോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ലഅനത്ത് കിട്ടാൻ ബാക്കി ഞങ്ങൾ രക്ഷപ്പെടുവർ. പിന്നെ തെറ്റ് ചെയ്താൽമാരെ ഞങ്ങൾ നോക്കണ്ട, അത് അങ്ങ് അള്ളാഹുമായി തീർത്തോട്ടും. ചിലപ്പോൾ അള്ളമാവ് കൊടുക്കും, ചിലപ്പോൾ അല്ല അതെന്തെങ്കിലും ആക്കും. അതേ സമയത്ത് ഞങ്ങൾ മുണ്ടാൻ തെച്ചെങ്കിലായിട്ട് അവിടെയുള്ള പ്രോബ്ലം. അതുകൊണ്ട് ഞാനത് എന്തൊക്കെ ചൊല്ലുവെന്നെങ്കിൽ ഇൻഷാല്ല ഇതിനെ സംബന്ധിച്ച ഹദീസുകൾ ഇടുന്നുണ്ട്. വഅമ്മൽ അഹാദീസ് ചെന്നിട്ട് ഹദീസുകൾ അത് ഇൻഷാല്ല ഞങ്ങൾക്ക് പിന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഒരു റായത്തുള്ള ആ ആഡളിത്ത സമയത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് ആ റായത്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തെറ്റ് എന്ന് വിരോധിക്കുന്ന ഒരു ടീം അവിടെ വേണം. അത് ഇല്ലാൻ കണ്ടെങ്കിൽ ആ റായത്തുക്ക് അള്ളാഹുടെ ലഅനത്തുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ശിക്ഷ പറയുമ്പോൾ റായത്തുള്ള മൊത്തം ആളുമാർക്കായിട്ട് ശിക്ഷ പണ്ടത്. അതേ സമയത്ത് വിരോധിച്ചുണ്ടെങ്കിൽ മൊത്തം ആൾക്കാർക്ക് ശിക്ഷ പണ്ടില്ല. അപ്പോൾ ഇത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് നിർബന്ധമാക്കിയ ഒന്ന് ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങളെ ജവാബ്ദാരി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ റായത്തുള്ള ഉസ്താദുമാർ അല്ലെ പള്ളിയിൽ ഖതീബായി ഞങ്ങൾ നിയമിക്കുന്ന ആൾമാർ ആ റായത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ ഹറാമു എന്ന് ചൊല്ലുകൊള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അത് തെറ്റെങ്കിൽ അത് ചൊല്ലട്ടെ, ചൊന്നെങ്കിൽ ഞങ്ങൾ അത് പിന്നെ കാത് കൊടുക്കണമെങ്കിൽ അത് സ്വീകരിക്കാണ്ടിരിക്കട്ടെ. ആ വിഷയം നിങ്ങൾ നോക്കണ്ട. ഞങ്ങളെ ജവാബ്ദാരി ഇതായിട്ട് അതുകൊണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കണം. അതിലെ കാര്യം വലിയ ഗൗരവമായിട്ട് ഞങ്ങൾ എടുക്കണം. പിന്നെ ഞങ്ങൾ റായത്ത് അങ്ങനെ ഇത്ത് ഇങ്ങനെ ഇത്ത് അങ്ങനെ അല്ലാവില്ല ഇങ്ങനെ അല്ലാവില്ല
പിന്നെ അധികാരം അങ്ങനെ കയ്യിലത്ത് അധികാരം ഇങ്ങനെ കയ്യിലെത്തൊക്കെ പലതും ഞങ്ങൾ ചർച്ച ചെയ്യണ. പക്ഷേ ഞങ്ങളെ ദീനിൽ ഞങ്ങൾ കൽപ്പിച്ച ചില കാര്യങ്ങൾ അതിൽ ഒന്നായിട്ട് ഇത്. അപ്പൊ ഇത് വലിയൊരു ഉത്തരവാദിത്വം. അപ്പൊ നിസ്കാരത്തെ സഫ് സമാക്കിലാണ് നോക്കറു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ആറായത്തെ ഐക്യമിക്കൽ അങ്ങനെ ഇടയിലിപ്പോൾ ഗലാട്ടായിരിക്കും. ഹദീസിലെ വിശദീകരണത്തിൽ നിന്നായിട്ട് നാ ചൊന്ന നേർക്കുനേറുള്ള പറക്കല്ല, അതിൽ നിന്നുള്ള വിശദീകരണമായിട്ട് ഫതഖ്തലിഫു ഖുലൂബുക്കും, നിങ്ങൾ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താ ആറായത്തെപ്പോഴും ഫിത്തനയും ഗലാട്ടയും എപ്പോഴും ഇതേ ആയോണ്ടിരിക്കും, അടിയും പണക്കവും ഇത്. അപ്പൊ നിസ്കാരത്തെ സഫ് സമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടെന്ന ആക്കിയില്ലെങ്കിലോ ഇങ്ങനത്തെ പ്രോബ്ലം ആയത്തിലുണ്ടാവേ. അതേപോലെ ആയിട്ട് നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക, ചീത്ത കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുക എന്ന ആ ഒരു വിഷയം റായത്തിൽ പ്രധാനമായിട്ടും വേണ്ട ഒന്നായിട്ട്. അള്ളാഹു ഞങ്ങളൊക്കെ ഇസ്സത്തിലാക്കട്ടെ, ഞങ്ങളൊക്കെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.